ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഉത്രാട ദിന ആശംസകൾ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചു കേട്ടോ. പിന്നെ പതിവ് പോലെ നമ്മുടെ പൂക്കളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്. ഇത്തവണ ഞാൻ വലിയ പൂക്കളും സെറ്റ് ചെയ്യാൻ പോകുന്നില്ല, ചെറിയൊരു പൂക്കളം തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ കുറച്ച് രണ്ടുമില്ല കൃഷിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പൂക്കൾ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഏട്ടനും വാങ്ങിയിട്ട് വന്നു. ഏട്ടൻ വാങ്ങിയിട്ട് വന്ന് ഞാൻ രാവിലെ കേട്ടോ കട്ട് ചെയ്ത്. അപ്പോൾ സ്വഭാവമായിട്ട് വൈകി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും മോളും കൂടെയാണെന്ന് രാവിലെ പൂക്കൾ ഇടുന്നിട്ട് ഏട്ടനെയും മോനെയും കൂടെ കിടക്കി വിട്ടിട്ടുണ്ടായിരുന്നു പാലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ സാധനങ്ങൾ നമ്മൾ തലേദിവസം വാങ്ങിച്ചാലും കുറച്ച് മിസ്സാവുമല്ലോ. അപ്പോൾ അതൊക്കെ രാവിലെയാണ് ഓർമ്മ വന്നത്. പിന്നെ അപ്പോൾ ഏട്ടനെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാപ്പിൽ അപ്പോൾ നമുക്ക് വേഗം പൂക്കളിടാൻ വേണ്ടിയിട്ട് ഞാനും മോളും വരുന്നു കേട്ടോ. പുറത്ത് നല്ല മഴയായിരുന്നു. അത്തം കറുത്താൽ ഓണം വെളുക്കുന്നതാണല്ലോ. അത്തം നല്ല വെളുപ്പായിരുന്നു, അതുകൊണ്ട് ഓണം നല്ല കറുപ്പായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പച്ച കളറ് പറയുന്നത് നമ്മുടെ മാങ്ങയുടെ ഇലയാണ്. ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടിട്ടാണ് ഈ നോക്കിയത്, കാരണം ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട് പച്ച കളറ്. അപ്പോൾ ഒരാളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ നോക്കിയത്. മാങ്ങയുടെ ഇല ഞാനന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പൂക്കളിടുന്ന രാവിലെ തന്നെ ചെയ്താൽ മതി. തലേദിവസം തന്നെ ചെയ്ത് വെച്ചാൽ പച്ച കളറൊന്ന് മാറി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ പൂക്കൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു ഡാർക്ക് പച്ചയും ഒരു ലൈറ്റ് പച്ചയും മാറിയതുപോലെ തോന്നും. അപ്പോൾ എപ്പോഴും ഞാൻ സർക്കിളിൽ ഇങ്ങനെ വട്ടം വരച്ചിട്ടൊക്കെയാണ് പൂക്കളിടുക, ഒരു പൂ പോലെയൊക്കെ ഡിസൈനൊക്കെ വരച്ചിട്ട്. അപ്പോൾ ഇത്തവണ നമ്മുടെ ചോക്ക് കിട്ടിയില്ല വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെയായിട്ട് ഞാൻ പൂക്കളിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം, എങ്ങനെ ഉണ്ടെന്നുള്ളതും പറയാം കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മുടെ പതിവ് പോലെ ഫോട്ടോഷൂട്ടിലേക്ക് കിടന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉത്രാടം ദിവസം തന്നെ തോന്നുന്നു ഞാൻ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കൂ കേട്ടോ. പിന്നെ അടുക്കളയ്ക്ക് കയറി എനിക്ക് ഏട്ടൻ കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് തന്നു, കാരണം തേങ്ങ നമുക്ക് ആവശ്യമാണല്ലോ എല്ലാ കറിയിലേക്കും. അപ്പോൾ സാമ്പാർ ഞാൻ തേങ്ങ ഇട്ടിട്ടാണ് മാക്സിമം ഓണങ്ങളിൽ വെക്കാറ്. അപ്പോൾ ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട, കാരണം ഞാനിപ്പോൾ ഒന്നരാടോ നമ്മുടെ സാമ്പാർ ആയിരിക്കും വീട്ടിൽ. കാരണം രാവിലെ എന്തായാലും ടിഫനായിരിക്കും, ദോശ ഇഡ്ഡലി ആയിരിക്കും. അപ്പോൾ സാമ്പാർ ഉണ്ടെങ്കിൽ മോള് നന്നായി കഴിക്കും കേട്ടോ. അപ്പോൾ സാമ്പാർ പൊടി ഇട്ടിട്ട് നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ട് അങ്ങനെയാണ് ഞാൻ സാമ്പാർ വെച്ചത്. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് വെച്ച് നോക്കാം. നമ്മൾ പച്ചക്കറിയൊക്കെ ആദ്യം വേവിക്കുക, അതിനുശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ലോണം തിളച്ച് വരുമ്പോൾ തേങ്ങ അരച്ച തേങ്ങയും ജീരകവും കൂടെ അരച്ചത്, അതുപോലെ കുറച്ച് പുളിവെള്ളം കൂടി ചേർത്തിട്ടൊന്ന് അരച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കടുക് താളിക്കുന്ന സമയത്ത് കുറച്ച് കായത്തിൻ്റെ പൊടിയും സാമ്പാർ പൊടിയും ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് എല്ലാ സാമ്പാർ പൊടിയും എനിക്ക് അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഈ ബ്രാഹ്മൺസ് സാമ്പാർ പൊടിയൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഏട്ടൻ കോയമ്പത്തൂർ പോയ സമയത്ത് ഒരു പൊടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല മണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടുക് വറുക്കുന്ന സമയത്ത് ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് അടിപൊളി സാമ്പാറാണ്. അപ്പോൾ ഞാൻ ഇന്നും അങ്ങനെ കേട്ടോ വെച്ചത്, വറുത്തരച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ഓണത്തിനും ചെയ്യാറുണ്ട്. ഇത്തവണ ചോദിച്ചപ്പോൾ മോളും പറഞ്ഞു വേണ്ട അമ്മ എപ്പോഴും ചെയ്യുന്ന സാമ്പാറും മതി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അത് മാത്രമേ ചെയ്തുള്ളൂ. കാരണം ഇന്നൊക്കെ ആണെങ്കിൽ അച്ഛനോ അമ്മയോ ആരും ഇല്ല, ഞാനും ഹസ്ബൻഡും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഓണത്തിന് കറികൾ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കടല മസാല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം വേറെ ഒന്നും കഴിക്കില്ല കേട്ടോ. പയർ, ബീട്രൂട്ട് അല്ലെങ്കിൽ പൈനാപ്പിൾ ഇതൊന്നും ഇവിടെ ആരും കഴിക്കാത്തതുകൊണ്ട് അതൊന്നും ഞാനിന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തോരനൊക്കെ വെച്ചു കേട്ടോ, കാരണം നമുക്ക് സദ്യയാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കടല മസാലയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിയലും വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ അടുക്കള ഇങ്ങനെ കാണുമ്പോൾ പലരും ചോദിക്കും ചേച്ചി എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും. എന്നുവെച്ചാൽ നമ്മൾ വാടകയ്ക്കാണ് ഇരിക്കുന്നത്. അതിന് സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റും തോന്നുന്നു. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഈ കംപ്ലീറ്റ് സാധനം വയ്ക്കാൻ പുറത്തിട്ടേന് നമുക്ക് കേടുവന്ന് പോകും, പെട്ടികൾ ഉൾപ്പെടെ. കാരണം നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ കംപ്ലീറ്റ് സാധനം കൊണ്ടുപോകണമല്ലോ. പിന്നെ ഈ വീട്ടിൽ ഓൾറെഡി അവരുടെ സാധനങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമുക്ക് താഴെ ഒന്നും വെക്കാൻ പറ്റില്ല. വലിയ വീടാണ്, ആക്ച്വലി പഴയൊരു തറവാടൊക്കെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കണ്ടിട്ട്. അപ്പം മോനും എല്ലാവർക്കും ഞങ്ങൾ ഏരിയയിലായിട്ടൊന്ന് കഴിക്കാനിരിക്കുന്നത്. മോന് കഴിക്കാൻ അറിയൊന്നുമില്ല, ഞാൻ തന്നെ ഭാര്യ കൊടുക്കണം കേട്ടോ. എന്നാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആൾക്ക്. എല്ലാ കറികളും കുറച്ച് വിളമ്പി കൊടുക്കുക. നമ്മളൊരു 6-7 വരെ കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് തന്നെ പാലട മിക്സാണ് പായസം. കാരണം ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് തന്നെ ഞാനും ഏട്ടന് മാത്രമേ പായസം കുടിക്കുള്ളൂ. അപ്പോൾ ഒരുപാടൊന്നും നീട്ടി വെച്ച് പായസമൊന്നും വെച്ചില്ല കേട്ടോ. നാളെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എല്ലാവരും. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ ഓണത്തിനുള്ള പരിപാടികളൊക്കെ ഒന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും വൈകിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.